അന്തിമകാലങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം, വരുന്ന ദുരുപദേശങ്ങൾ അവിടെ അത് കണ്ടു ഇവിടെ കണ്ടു പല കാര്യങ്ങൾ പറയുമ്പോൾ ദൈവവചനത്തിലുള്ള ആഴമേറിയ ഉറപ്പ് നിനക്ക് വേണം. ഇവിടെ എഴുതിയിരിക്കുന്നു, പീലാത്തോസ് ഹല്ലേലൂയ ഗവർണറായിരുന്നപ്പോൾ അധികാരത്തോടെ കൽപ്പിച്ചവനെ ക്രൂശിക്കാൻ അവനെ ക്രൂശിച്ചു, അവൻ മരിച്ചു. പക്ഷെ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റു. ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അവൻ എന്നെ നീതീകരിച്ചു. ഇന്ന് രാത്രിയിൽ എനിക്ക് വിളിച്ചു പറയാൻ, ഞാൻ അധമ പാപിയായിരുന്നു. ദൈവത്തെ സ്തുതിച്ച് പൗലോസ് പറഞ്ഞു, ഞാൻ മുൻപേ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠുരനുമായിരുന്നു, അവന്റെ കരുണയാൽ എനിക്ക് കൃപ ലഭിച്ചു. എത്ര പേർക്ക് പറയാൻ കഴിയും, ദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെ നന്മ പ്രവൃത്തികൾ മുഴുവൻ കരപുരണ്ട തുണിയാണ്. ദൈവത്തെ സ്തുതിച്ചാട്ടെ. പക്ഷെ അവന്റെ രക്തത്താൽ എന്നെ നീതീകരിച്ചു. അവന്റെ യോഗ്യത നിനക്ക് തന്നാൽ, പുതിയ നിയമത്തിൽ ഞാൻ പറയാം, ലോകത്തിന് അവൻ ദൈവമായിരിക്കുമ്പോൾ അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് അവൻ ദൈവം മാത്രമല്ല, അവൻ പിതാവാണ്. ദൈവത്തെ സ്തുതിച്ച് റോമർ 8:15 പറയുന്നത് ഇങ്ങനാണ്, പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെയാ. കേൾക്കണമേ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാൻ അധികാരം. യേശു ഈ ഭൂമിയിലുള്ള സകല മാനവ ജാതിക്കും വേണ്ടി ക്രൂശിൽ യാഗമായി. ദൈവത്തെ സ്തുതിച്ച്. പക്ഷെ ഒരാൾ വിശ്വാസത്തോടെ ഏറ്റെടുക്കുമ്പോൾ, സത്യസുവിശേഷം കേൾക്കുമ്പോൾ, പത്രോസ് സുവിശേഷം പറയുമ്പോൾ അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടുകൊണ്ട്, സഹോദരന്മാരെ പുരുഷന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? നിനക്ക് വേണ്ടി യേശു കാൽവരി ക്രൂശിൽ മരിച്ചു. നിന്നെ സ്നേഹിച്ചവൻ മരിച്ചു. ദൈവത്തെ സ്തുതിച്ച്. നിന്നെ സ്നേഹിച്ചവൻ മരിച്ചു. യേശു എന്തിനാ മരിച്ചേ? എന്റെ പാപത്തിന് വേണ്ടി. പക്ഷെ വിശ്വാസം ചോദിച്ച പറയണം, അവൻ എന്നെ നീതീകരിച്ചു, എന്നെ ശുദ്ധീകരിച്ചു. എനിക്ക് ആ പദവി ദൈവം തന്നു കഴിഞ്ഞു.